എറണാകുളത്ത് നിന്ന് മാത്രം 700 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 400 കോടി രൂപ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ എത്തിയതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2000-ലേറെ പരാതികളാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഉയർന്നു വരുന്നത്. ഈ തട്ടിപ്പിന് ഇരയായവരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയായിട്ടുണ്ട്. ഇതിനിടെ അനന്തകൃഷ്ണനെ ന്യായീകരിച്ച് ലാലി വിൻസെന്റ് രംഗത്ത് വരികയും ചെയ്തു. ഞാൻ അനന്തകൃഷ്ണന് നിയമോപദേശം കൊടുത്തിട്ടുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. സാമ്പത്തിക തട്ടിപ്പ് ശതമാനവും തെറ്റുമാണ്. അങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നും ചെയ്തതായി എന്റെ അറിവിലില്ല. പോലീസ് അന്വേഷിച്ചു കഴിയുമ്പോൾ അത് ഏത് ഏജൻസികൾ അന്വേഷിച്ചാലും അനന്തകൃഷ്ണൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടും. പോലീസ് അന്വേഷിക്കട്ടെ. പോലീസിന് കൃത്യമായി മനസ്സിലാകും അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് നിയമത്തിനെതിരായോ സാമ്പത്തിക ക്രമക്കേടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടും. ന്യായവും നീതിയും ലഭിക്കേണ്ട ചെറുപ്പക്കാരനാണ് അനന്തകൃഷ്ണൻ. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു സംഘടനയുടെ ഭാഗമായി നടത്തിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ബഹുമാനമാണ്. തട്ടിപ്പിനിരയായവരുടെ പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അനന്തകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയത് നമ്മളിപ്പോൾ കണ്ടത്.